വ്യത്യസ്തരായ ഒരുപാട് കള്ളന്മാരുടെ കഥകൾ ഇതേ തത്സമയം റിപ്പോർട്ടറിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ മോഷണം നടത്തുന്നവർ. ഇപ്പോൾ പറയാൻ പോകുന്നതും വ്യത്യസ്തനായ ഒരു കള്ളനെ കുറിച്ചാണ്. അതായത് നാട്ടിലെ ലേഡീസ് ചപ്പലുകളൊക്കെ കാണാതാവുകയാണ്. പുരുഷന്മാരുടെ വില കൂടിയ ചെരുപ്പുകൾ പോലും മൈൻഡ് ചെയ്യാത്തൊരു കള്ളനെ കുറിച്ച്. ഈ കള്ളനെ കൊണ്ട് ആ നാട്ടിലെ സ്ത്രീകൾ പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് CCTVയിൽ മൂപ്പര് കുടുങ്ങുന്നത്. ലോക്കലായിട്ടുള്ള പട്ടികൾ ഏതെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുള്ള ധാരണയില്ല. പക്ഷേ പിന്നീടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ലേഡീസ് ചപ്പൽ മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ വുഡ്ലാൻഡിന് അടക്കം ഷൂ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ തൊടാതെ ഈ സ്ത്രീകളുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായ കുട്ടികളുടെ ചെരുപ്പുകളാണ് മോഷണം പോകുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് CCTV കൂടെ നമുക്ക് കണ്ടത്. കൂടുതൽ കാര്യങ്ങൾ KV രാഹുൽ നമുക്ക് പറഞ്ഞു തരും. രാഹുൽ, ആദ്യം തന്നെ ഏത് നാട്ടിലാണ് ഇങ്ങനെ ഒരു വിരുദ്ധനുള്ളത്? എന്തുകൊണ്ടാണ് ഈ ലേഡീസ് ചപ്പൽ മാത്രം ഈ കള്ളൻ ഇങ്ങനെ മോഷ്ടിക്കുന്നത്? ഈ എന്തായാലും CCTVയിൽ ആള് കുടുങ്ങിയിട്ടുണ്ടല്ലോ, ആരാണിതെന്നേ വല്ല പിടിയുണ്ടോ? പൂജ, ഗുഡ് ഈവനിങ്. ഇതിനു മുൻപ് 2 തവണ തത്സമയ റിപ്പോർട്ടറിൽ വ്യത്യസ്തന്മാരായ കള്ളന്മാരെ കുറിച്ച് ഞാൻ തന്നെ 2 തവണ വന്നിട്ടുണ്ട്. ഒന്ന് കണ്ണൂരിൽ നിന്നാണ്, അത് പൂർണ്ണ നഗ്നനായി മാത്രം മോഷണത്തിനായി പോകുന്ന ആളെക്കുറിച്ചാണ്. രണ്ടാമത് ഒന്ന് അഴിയൂരിൽ ക്ഷേത്രത്തിൽ ഭണ്ണാര മോഷണത്തിന് കയറി തെളിവെടുപ്പിനിടെ എല്ലാവരും ചിരിപ്പിച്ച ഒരു കള്ളനെ കുറിച്ച്. ഇത് അതിലേക്ക് വ്യത്യസ്തനായ ഒരു കള്ളനാണ്. താമരശ്ശേരിയിലെ കാരാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുള്ള എല്ലാവരുടെയും തന്നെ ഉറക്കം നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടി വരും ഈ കള്ളനെ കുറിച്ച്. കാരണം കുറേ നാളുകളായി ചെരുപ്പുകൾ ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ചെരുപ്പ് പോകുന്നില്ല. വീട്ടുമുറ്റത്ത് അഴിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീകളിൽ തന്നെയും എല്ലാവരുടെയും ചെരുപ്പ് എടുക്കുന്നുമില്ല. യുവതികളുടെ കുറച്ച് മോഡേണായ ചെരുപ്പുകൾ മാത്രമാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് ഇയാളുടെ പ്രത്യേകത. ഞാൻ പറഞ്ഞതുപോലെ നാളുകളായി തന്നെ അവിടെ പോകുന്നുണ്ട്. 5ഉം 10ഉം തവണയൊക്കെ ചെരുപ്പുകൾ നഷ്ടപ്പെട്ട വീട്ടുകാർ അവിടെയുണ്ട്. ഗതികെട്ടാണ് ഈ വീട്ടുകാർ ഇവിടെ CCTV ക്യാമറ വെക്കുന്നത്. ഫർഹ മൻസിൽ എന്നാണ്. ഇവരുടെ ചെരുപ്പ് പലതവണ പോയി. അങ്ങനെ കഴിഞ്ഞ വർഷം CCTV ക്യാമറ വീട്ടിൽ സ്ഥാപിച്ചു. ഇപ്പോഴിതാ ആ കള്ളൻ ക്യാമറയിൽ പതിഞ്ഞിരിക്കുകയാണ്. വീട്ടിലേക്ക് വരുന്നത് തന്നെ ഗേറ്റൊന്നും മൈൻഡ് ചെയ്യാതെ മതിൽ ചാടിക്കിടന്നുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു യുവാവാണ്. കൃത്യമായി ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ച് മുടിയൊക്കെ വെട്ടി ഒതുക്കി ഒരു ജെന്റിൽമാനാണ് CC ക്യാമറയിൽ കാണാൻ. പക്ഷേ ഈ വിധത്തിലാണ് നാട്ടുകാർക്ക് മൊത്തത്തിൽ പൊറുതിമുട്ടുന്ന രീതിയിലാണ്. ആദ്യം ഇവർ കരുതിയിരുന്നത്, ചെരുപ്പ് പോകുന്നതുകൊണ്ട് കരുതിയിരുന്നത് ഇത് നായ്ക്കൾ വല്ലതും കടിച്ചു കൊണ്ടുപോകുന്നതാകാം എന്നതാണ് ആദ്യഘട്ടങ്ങളിൽ. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് സംശയം വന്നതും പല വീട്ടിലും ക്യാമറ സ്ഥാപിച്ചതും. അതുപോലെ തന്നെ കള്ളൻ വളർത്തു നായ്ക്കളുള്ള വീടുകളിൽ കയറുന്നില്ല എന്നതും കൂടിയാണ്. ഏതായാലും ഈ ക്യാമറയിൽ പതിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ കൂടി തെളിവാക്കി താമരശ്ശേരി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. പോലീസ് കഴിയണമല്ലേ? നമ്മൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ചിലവർക്കൊരു തമാശയായിട്ട് തോന്നും, കൗതുകം ഒക്കെ ആയിട്ട് തോന്നും. ശരിയാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാർ എത്രത്തോളം പൊറുതി മുട്ടിയിട്ടുണ്ട് എന്ന് രാഹുൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാകണം എന്ന് തന്നെയായിരിക്കും ആ നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നത്. അതിന് ഈ കള്ളനെ കയ്യിൽ കിട്ടുക തന്നെ വേണം. ശരി രാഹുലെ.